ഹലോ ഗായ്സ്. അപ്പോൾ വെൽക്കം ടു ടുഡേയ്സ് ന്യൂസ് പേപ്പർ സെഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ചൈനയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം, ചൈന സ്ട്രാറ്റജിക് പുഷ് ഏഷ്യ ടൈസ് അമിഡ് ടാരിഫ് ടെൻഷൻസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീ ജിൻപിങ് ഈ ഇടയ്ക്ക് വിയറ്റ്നാമും മലേഷ്യയും കംബോഡിയ ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു. പുള്ളിയുടെ ഈ ഒരു ഏപ്രിൽ 14 തൊട്ടിട്ട് 18 വരെ പുള്ളി ഈ 3 രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പുള്ളിയുടെ ഐഡിയ എന്താണ്, പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രീസിലേക്കൊക്കെ സഞ്ചരിച്ചത്, അവരുമായിട്ട് ഒരുപാട് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ, പ്രസിഡന്റ് ഷീ ജിൻപിങ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ടൂർ ഫ്രം ഏപ്രിൽ 14 to 18, 2025 to Vietnam, Malaysia and Cambodia aimed to present China as a reliable regional partner. Triggered by a 145% US tariff on Chinese exports under the Trump administration, China is seeking strategic economic recalibration, especially in regions with existing proximity and goodwill. This tour followed the Central Conference on Work relating to neighboring countries from April 8 to 9, which emphasized building a community with a shared future. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 14 തൊട്ടിട്ട് 18 വരെ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിയറ്റ്നാമും മലേഷ്യയും കംബോഡിയയും ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിസിറ്റിന് പിന്നാലെയുള്ളൊരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ടുള്ള ആ ഒരു ടൈപ്പ് കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു കുറച്ചും കൂടി ചൈന വാണ്ട്സ് ടു ബി എ ഫ്രണ്ട്ലി പാർട്ട്ണർ ടു കൺട്രീസ് ഇൻ ദി സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ടൈമിൽ ഇങ്ങനൊരു വിസിറ്റ് നടത്തിയത്? വൈ നൗ? നമുക്കറിയാം, US 145% എക്സ്ട്രാ ടാക്സ് ആണല്ലേ ചൈനീസ് ഗുഡ്സിൻ്റെ മേലെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ. സോ വിച്ച് ഹേർട്സ് ചൈനാസ് ട്രേഡ്. സോ ചൈനയുടെ എക്കണോമിക്ക് അത് വളരെ വലിയൊരു അടിയായിരിക്കും. ചൈന തിരിച്ച് ഒരു ടിക് ടാക്ക് ആയിട്ടുള്ളൊരു സംഭവം തിരിച്ച് അതേപോലെ USൻ്റെ സാധനങ്ങൾക്കും ടാക്സ് അതേ രീതിയിൽ തന്നെ ഏകദേശം ഈടാക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ കൂടി അവരുടെ എക്കണോമിക്ക് ഒരു ചെറിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. സോ ചൈന ഇപ്പോൾ പ്ലാൻ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ചൈന ഈസ് ട്രൈയിങ് ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് എക്കണോമി ബൈ സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് നിയർ ബൈ കൺട്രീസ് ദാറ്റ് ഓൾറെഡി ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്. എന്നാൽ കൂടി ഇത്തിരി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലെ ആ ഒരു സൗത്ത് ചൈന സീൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരായിട്ടൊന്നും ചൈന അത്ര വലിയ നല്ല ടേംസിലല്ല. എന്നാൽ കൂടി അതൊന്നും കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താനാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ചൈനയ്ക്ക് വേറെ വഴിയില്ല അല്ലാണ്ട്. സോ US ചൈനയെ മാത്രം ഇപ്പോൾ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. സോ just before the trip, China also held a big meeting from April 8 to 9 about its relationship with the neighboring countries. So at that meeting, Chinese leaders said they want to build a future together with these countries, working closely like a shared community. സോ നമ്മൾ പറഞ്ഞു ഈ ഒരു 3 രാജ്യങ്ങൾ, അതായത് വിയറ്റ്നാം, മലേഷ്യ, അതേപോലെ കംബോഡിയ. പുള്ളി വിയറ്റ്നാമിൽ ഏപ്രിൽ 14 തൊട്ട് 15 വരെ വിയറ്റ്നാമിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു റെയിൽ ഇൻഫ്രാസ്ട്രക്ചറും ഈ ഒരു മെയിൻ ഫോക്കസ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിലും അതേപോലെ സെക്യൂരിറ്റിയിലും ലോ എൻഫോഴ്സ്മെൻറ്റിലും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് 40ഓളം ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട് വിയറ്റ്നാമുമായിട്ട്. അതേപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബോത്ത് നേഷൻസ് കമ്മിറ്റഡ് ടു എൻഹാൻസിങ് സ്ട്രാറ്റജിക് കോപ്പറേഷൻ, എംഫസൈസിങ് ദ 6 elevations and pledging to counter external risks while upholding regional peace and stability. അതിനുശേഷം 14 to 15 വിയറ്റ്നാം, 15 to 17 മലേഷ്യയിലാണ്. ഒരു ബൈലാറ്ററൽ കോർപ്പറേഷൻ്റെ കാര്യം നമ്മൾ മലേഷ്യയുമായിട്ട് ചൈനയുടെ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 30 എഗ്രിമെൻറ്റ്സ് വർ എക്സ്ചേഞ്ച്ഡ്, മെയിൻലി കവറിങ് സെക്ടേഴ്സ് ലൈക്ക് ഡിജിറ്റൽ എക്കോണമി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അഗ്രികൾച്ചർ, മ്യൂച്വൽ വിസ എക്സംഷൻസ് ആൻഡ് ഓൾ. അപ്പോൾ ഈ ഒരു മലേഷ്യ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദീസ് 2 countries established a high level strategic community aiming to foster deep ties and collaboration. ആൻഡ് നെക്സ്റ്റ് ഏപ്രിൽ 17 to 18 വരെ കംബോഡിയയിൽ ഉണ്ടായിരുന്നു. അത് കംബോഡിയ ആയിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് എഗ്രിമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സപ്ലൈ ചെയിൻ കൊളാബറേഷനിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഹെൽത്തിലൊക്കെയാണ്.
over 30 corporation documents were signed. ആൻഡ് ഒരു കംബോഡിയ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് വിഷൻ എന്താണെന്ന് വെച്ചാൽ ദ ലീഡേഴ്സ് അഗ്രീഡ് ടു ബിൽഡ് ആൻ ഓൾ വെദർ ചൈന കംബോഡിയ കമ്മ്യൂണിറ്റി വിത്ത് എ ഷെയർഡ് ഫ്യൂച്ചർ ഫോക്കസിംഗ് ഓൺ ഗ്ലോബൽ ഡെവലപ്മെന്റ്, സെക്യൂരിറ്റി ആൻഡ് സിവിലൈസേഷൻ ഇനീഷ്യേറ്റീവ്സ്. സോ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? സോ ദിസ് ടൂർ underscored China's commitment to strengthening ties with the Southeast Asian neighbors, positioning itself as a reliable partner and global economic challenges amid global economic challenges. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആസ് സ്ട്രാറ്റജിക് ബഫർ ആൻഡ് ബ്രിഡ്ജ് എന്നുള്ളതാണ്. So China sees Southeast Asia as a buffer against US-led trade war and a bridge for trade, manufacturing and diplomatic alternatives. So US-ന്റെ ടാരിഫ്സ് പ്രകാരം കംബോഡിയ could face up to 59%, Vietnam faces 46% and Malaysia faces 24%. So Xi Jinping offered a pro-business, anti-coercion message contrasting US protectionism. സോ ദ കീ ഔട്ട്കംസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വിയറ്റ്നാമും മലേഷ്യയും കംബോഡിയയായിട്ടൊക്കെ ആയിട്ട് ചൈന നടത്തിയ ആ ഒരു ഡിസ്കഷൻസും കാര്യങ്ങളും, അതേപോലെ അവരായിട്ടുള്ള ഒരു കോപ്പറേഷൻ എഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും വിയറ്റ്നാമുമായിട്ട് 45ഓളം കോപ്പറേഷൻ എഗ്രിമെൻറ്റ്സ് ചൈന സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ മലേഷ്യ ആയിട്ട് 30-ൽ മേലെ AI റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ എക്കണോമി ആൻഡ് അഗ്രികൾച്ചർ, ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് 30ഓളം എഗ്രിമെൻറ്റ്സ് മലേഷ്യ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ കംബോഡിയ ആയിട്ട് ഇറ്റ് ഹൈലൈറ്റഡ് 15+ ബില്യൺ ബൈലാറ്ററൽ ട്രേഡ് ഇൻ 2024 ആൻഡ് ബാക്ക്ഡ് പ്രൊജക്ട്സ് ലൈക്ക് ഫ്യുനാൻ ടെക്നോ കനാൽ, റീഇൻഫോഴ്സിംഗ് ചൈനാസ് റോൾ ആസ് എ ടോപ്പ് ഇൻവെസ്റ്റർ. നമ്മൾ ഈ ഒരു ഫ്യൂനൻ കനാലിനെ പറ്റിയിട്ട്, ഒരു ടെക്നോ കനാലിനെ പറ്റിയിട്ട് ഇപ്പോൾ മെൻഷൻ ചെയ്തു അല്ലേ. ഇതൊരു 180 കിലോമീറ്റർ ലോങ് കനാലാണ് വിച്ച് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ ഇൻ കംബോഡിയ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എയിംസ് ടു റെഡ്യൂസ് കംബോഡിയാസ് റിലയൻസ് ഓൺ വിയറ്റ്നാമീസ് പോർട്സ് ഫോർ ട്രേഡ് ആൻഡ് ബൂസ്റ്റ് ഇറ്റ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു കനാലിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ഒരു ഇതെന്ന് പറയുന്നത് ഒരു 100 മീറ്റേഴ്സ് വൈഡാണ്. പിന്നെ 5.4 മീറ്റേഴ്സിനടുത്ത് ഡെപ്ത് ഉണ്ട്. കേപ്പബിൾ ഓഫ് അക്കോമഡേറ്റിംഗ് ഷിപ്സ് ക്യാരിയിങ് അപ് ടു 3000 ടൺസ്. സോ ഇതിൻ്റെ ഒരു കീ ആസ്പെക്റ്റ് എന്താന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂനൻ ടെക്നോ കനാലിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു റെഡ്യൂസ് കംബോഡിയാസ് ഡിപ്പെൻഡൻസ് ഓൺ വിയറ്റ്നാം ഫോർ മാരിടൈം ട്രേഡ് ആൻഡ് ബൂസ്റ്റ് ഇറ്റ് സ്ട്രാറ്റജിക് ഓട്ടോണമി. ദെൻ ഇതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ദ പ്രൊജക്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് ദി ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് ബൂസ്റ്റ് ടൂറിസം ആൻഡ് സപ്പോർട്ട് അഗ്രികൾച്ചറൽ ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ആണ് സദേൺ കംബോഡിയയിൽ. പിന്നെ ഇത് ബാക്കപ്പ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ചൈനീസ് ഫണ്ടിങ് ആണ്. അറിയാലോ, ദി കനാൽ ഈസ് ബീങ് ഫണ്ടഡ് ബൈ ചൈന ത്രൂ ഇറ്റ്സ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്സ് വിത്ത് ചൈന ബ്രിഡ്ജ് ആൻഡ് റോഡ് കോർപ്പറേഷൻ ഓവർസീയിങ് കൺസ്ട്രക്ഷൻ അണ്ടർ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ. അപ്പോൾ ഓവറോൾ ചൈന ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ടുള്ള ആ ഒരു ബോണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ നോക്കുകയാണല്ലേ. ഇതിൻ്റെ പിന്നിലുള്ള വേറൊരു മെയിനായിട്ടുള്ളൊരു ചേതോവികാരം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ വിയറ്റ്നാമിനും കംബോഡിയയ്ക്കും മലേഷ്യയ്ക്കും ഒക്കെ ആവശ്യത്തിന് എക്സ്ട്രാ ടാക്സ് US അടിച്ചു കൊടുത്തിട്ടുണ്ട് ചൈനയുടെ കൂടെ തന്നെ. വിയറ്റ്നാമിന് നമ്മൾ പറഞ്ഞ പോലെ 46% ടാരിഫ് വിയറ്റ്നാമിന് ഇട്ടുണ്ട്. കംബോഡിയയ്ക്ക് 59% കൊടുത്തിട്ടുണ്ട്. മലേഷ്യയ്ക്ക് 24% കൊടുത്തിട്ടുണ്ട്. സോ ചൈന ഈസ് ട്രൈങ് ടു ബിൽഡ് സ്ട്രോങ്ങർ ടൈസ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ as a way to deal with the pressure from the US-led trade restrictions. So US has placed a high tariff extra tax on imports. So ഇതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ ഒരു പ്രസിഡന്റ് ഷി ജിൻപിങ് വിസിറ്റഡ് ത്രീ countries, Vietnam, Cambodia and Malaysia, to promote China as a friendly, business-oriented partner, offering an alternative to the US protectionist policies which aims to shield American industry by limiting foreign competition. അപ്പോൾ അതിൻ്റെ ഒരു കീ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു ടൂറിൽ നിന്നും ചൈനയ്ക്ക് കിട്ടിയ റിസൾട്ട്സ് എന്താണ്? വിയറ്റ്നാമുമായിട്ട് 45ഓളം ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറും ലോ എൻഫോഴ്സ്മെൻറ്റും കോപ്പറേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതേപോലെ മലേഷ്യ ആയിട്ട് 30+ ഡീൽസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡിജിറ്റൽ എക്കണോമിയിലും ഫാമിങ്ങിലും ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ റിലേറ്റ് ആയിട്ട്. അതേപോലെ കംബോഡിയയിൽ എംഫസൈസിങ് ഓൺ സ്ട്രോങ്ങർ trade ties, that is 15+ billion in 2024 and support for big projects like Funan Techno Canal,
So China also reinforced its position as Cambodia's biggest investor. So നമുക്ക് ഷോർട്ടായി പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന is using this tool to build economic and political bridges with neighbors while pushing back against US trade pressures. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ ആൻഡ് നോർമാറ്റീവ് പൊസിഷനിങ് ഓഫ് ചൈനയാണ്. അപ്പം നമുക്കറിയാമല്ലേ, ചൈനയുടെ ഈ ഒരു ടൂറിൻ്റെ പിന്നിലുള്ള അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓൺലി ബിസിനസ് ബട്ട് ഓൾസോ ചാലഞ്ചിങ് ദ US ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ. അറിയാലോ, US-ൻ്റെ ഇൻഫ്ലുവൻസിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം കൺട്രീസൊക്കെ ഇപ്പോൾ ചൈന റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു പ്രശ്നമുണ്ടല്ലോ, US ഏതെങ്കിലും ഒരു കൺട്രി ആയിട്ട് ഒരു അലയൻസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, അവർ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കും ആ കൺട്രി. അവർ പറയണത് അവർ വേൾഡിലെ ഏറ്റവും നല്ല ഡെമോക്രസിയാണ്, ഇതാണെന്നൊക്കെയാണ് പറയുക. സോ US ഓഫൺ പ്രൊമോട്ട് സെക്യൂരിറ്റി അലയൻസസ് ആൻഡ് പൊളിറ്റിക്കൽ വാല്യൂസ് ലൈക്ക് ഡെമോക്രസി. ഈ ഒരു ചൈന എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ ഒരു കേസിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, US ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും ഒരു കൺട്രി ആയിട്ട് അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിലൊക്കെ ഒരുപാട് ഇടപെടാൻ US നോക്കും അല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ യാതൊരു തരത്തിലുള്ള ഇന്റർഫിയറൻസും ചൈന വെക്കുന്നില്ല. US-നെ പോലെ അല്ല ചൈന ഇവിടെ കളിക്കുന്നത്. സോ വിച്ച് ഓഫൺ ലിങ്ക്സ് എയ്ഡ് ടു പൊളിറ്റിക്കൽ റിഫോംസ്. സോ ചൈന കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്കണോമിക് പാർട്ട്ണർഷിപ്പിലാണ്. ട്രേഡിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഡെവലപ്മെന്റിലും ഒക്കെയാണ് ചൈന ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ US ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലുള്ള ആ ഒരു ഇന്റർഫിയറൻസ് US-ന്റെ വളരെ വലുതാണ്. ചൈന ആ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. ഓക്കെ, പിന്നെ വേറെ കൺട്രീസുമായിട്ടുള്ള റിലേഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കംബോഡിയ ആയിട്ട് ചൈനയ്ക്ക് വളരെ നല്ല റിലേഷനാണ്. വളരെ ലോങ് സ്റ്റാൻഡിങ് ടൈപ്പാണ് ചൈനയും കംബോഡിയയും തമ്മിൽ. മലേഷ്യ ആയിട്ടുള്ളത് കുറച്ചും കൂടി ന്യൂട്രലാണ്. ഇറ്റ് ഈസ് ബാലൻസസ് ടൈസ് വിത്ത് ബോത്ത് ചൈന ആൻഡ് വെസ്റ്റ്. ഓക്കെ, മലേഷ്യക്ക് വെസ്റ്റും ചൈനയുമായിട്ടുള്ള ആ ഒരു ബാലൻസ്ഡ് ടൈസ് ആണുള്ളത്. പക്ഷെ കംബോഡിയ കുറച്ചും കൂടി ചൈനയായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. പിന്നെ ഈ ഒരു നമ്മുടെ ഷി ജിൻപിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഒന്ന് സൗത്ത് ചൈന സീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഹി പുഷസ് ഫോർ എ കോഡ് ഓഫ് കണ്ടക്ട് ടു മാനേജ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് റെഡ്യൂസ് ടെൻഷൻസ് ആൻഡ് ഓൾ. ഈ ഒരു സൗത്ത് ചൈന സീ ഡിസ്പ്യൂട്ടിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഉള്ളത് ഒരു എക്സ്പാൻഡ് ദി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ആണ്, BRI, ബിൽഡ് മോർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രേഡ് റൂട്ട്സ് and promote cultural and historical links, boost China's soft power influence through culture and not by any force and all. So ഈ ഒരു ചൈനയും US-ഉം തമ്മിലുള്ള സ്ട്രാറ്റജിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന കുറച്ചുകൂടി ഞാൻ പറഞ്ഞ പോലെ എക്കണോമിക് ഡീൽസിലും ഇൻഫ്രാസ്ട്രക്ചറിലും കോർപ്പറേഷനിലൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ US കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് മിലിറ്ററിയും സെക്യൂരിറ്റി അലയൻസിലും കാര്യങ്ങളിലൊക്കെയാണ്. അതിനുള്ള ഈ ഒരു US-ൻ്റെ ഒരു മിലിറ്ററിയിലും സെക്യൂരിറ്റി അലയൻസിലും ഒക്കെ ഉള്ള ഫോക്കസിന് ഏറ്റവും നല്ല 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന് AUKUS-ഉം അതേപോലെ ക്വാഡും. AUKUS എന്ന് പറയുന്നത് A for ഓസ്ട്രേലിയ ആൻഡ് UK, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതൊരു ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാക്റ്റ് ആണ് ബിറ്റ്വീൻ ദീസ് 3 നേഷൻസ്. ആൻഡ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻഡോ പെസിഫിക് റീജിയനിലാണ്. ഓക്കെ, പിന്നെ ക്വാഡ് നമ്മൾക്കറിയാലോ, and it is commonly refers to the quadrilateral security dialogue. ഇതൊരു സ്ട്രാറ്റജിക് ഫോറമാണ് വിച്ച് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഈ ഒരു കോഡിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് വിച്ച് ഈസ് ടു പ്രൊമോട്ട് റീജിയണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ വിത്തിൻ ദ ഇൻഡോ പെസിഫിക് റീജിയൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ചൈന ഈസ് പൊസിഷനിങ് ഇറ്റ് സെൽഫ് ആസ് എ പീസ്ഫുൾ economic focused alternative to the US, especially for the Southeast Asia അല്ലേ. ചൈനയുടെ ആ ഒരു കുറച്ചും കൂടി എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അതാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലേ. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ കൺട്രീസിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് വെറുതെ ഇടപെട്ടിട്ട് അവരെ വെറുപ്പിക്കുകയാണ് US ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നാവിഗേറ്റിംഗ് ഇൻട്രാ ഏഷ്യൻ ഡൈനാമിക്സ് ആണ്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ ഹൗ ദ വിസിറ്റ് എഫക്ട്സ് ഈച്ച് കൺട്രി. വിയറ്റ്നാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വിയറ്റ്നാമുമായിട്ട് ചൈന അത്ര വലിയൊരു സുഖത്തിലല്ല. ഈ ഒരു സൗത്ത് ചൈന സീയുമായിട്ടുള്ള ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ കുറച്ചും കൂടി ഈസ് ചെയ്യാൻ ഈ ഒരു ടൂർ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ ദിസ് വിസിറ്റ് വാസ് മീൻ ടു റീഅഷ്യൂർ വിയറ്റ്നാം ദാറ്റ് ചൈന വാല്യൂസ് ദെയർ പാർട്ട്ണർഷിപ്പ് ഡിസ്പൈറ്റ് ഓൺ ഗോയിങ് മാരിടൈം ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഓൾ.
ആൻഡ് മലേഷ്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുക്കുക. ഈ ഒരു വെസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ചൈന ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് മലേഷ്യ എടുത്തിരിക്കുന്നത്. ആൻഡ് ചൈന ഫോക്കസ്ഡ് ഓൺ പീസ്ഫുൾ കോപ്പറേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ദി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. പിന്നെ ചൈനയും യു എസുമായിട്ടുള്ള ഒരു എക്കണോമിക് ഡിപ്ലോമസിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ചൈനയുടെ അപ്രോച്ച് കുറച്ചും കൂടി റിയൽ എക്കണോമിക് ബെനിഫിറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. യു എസിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്, ദേ എയിം ടു സെറ്റിംഗ് റൂൾസ് ഫോർ ട്രേഡ് ആൻഡ് കോപ്പറേഷൻസ്. പക്ഷേ ഇവരുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു റിയൽ മാർക്കറ്റ് ആക്സസും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും ഒന്നും യു എസ് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അവരുടെ കാര്യം മാത്രം സെറ്റായി നോക്കിക്കൊണ്ട് പോകും, ബാക്കിയുള്ളവരൊന്നും രക്ഷപ്പെടേണ്ട എന്നുള്ളൊരു മൈൻഡാണ് യു എസിന്. സോ ഇതിനൊരു ബോട്ടം ലൈൻ എന്താന്ന് പറഞ്ഞാൽ ഷീ ജിൻപിങ്ങിൻ്റെ ഈ ഒരു ടൂർ ഇറ്റ് വാസ് എ സ്ട്രാറ്റജിക് മൂവ് ടു പ്രസന്റ് ചൈന ആസ് എ പ്രാക്ടിക്കൽ ആൻഡ് സ്റ്റേബിൾ പാർട്ട്ണർ ഇൻ എ റീജിയൻ വേർ കൺട്രീസ് ആർ വേരി ഓഫ് പിക്കിംഗ് സൈഡ്സ് ബിറ്റ്വീൻ യു എസ് ആൻഡ് ചൈന. രണ്ട് സൈഡുകളാണുള്ളത്. ഒന്ന് യു എസിൻ്റെ കൂടെ നിൽക്കുന്ന കൺട്രീസും പിന്നെ ചൈനയുടെ കൂടെ നിൽക്കുന്ന കൺട്രീസും. അങ്ങനെയായിട്ട് ഇപ്പോൾ ആ ഒരു ഗ്ലോബലി ഉള്ള ആ ഒരു ഇത് മാറിക്കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഒരു ട്രെൻഡ്, യു എസിൻ്റെ കൂടെയുള്ള രാജ്യങ്ങളും ചൈനയുടെ കൂടെയുള്ള രാജ്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മളിനി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരികയാണ്. വി ലുക്ക് ഓൺ ടു ദ ബിഗ് പിക്ചർ ടേക്ക് അവേസ് ഫ്രം ദ ഷീ ജിൻപിങ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ടൂർ. ഒന്ന്, എക്കണോമിക് ടൈസ് ആസ് എ ഡിഫൻസ് എന്നുള്ളതാണ്. ചൈന കുറച്ചും കൂടി ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് കണക്ഷൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞോളെ. സോ ദിസ് വിൽ മേക്ക് ഇറ്റ് ഹാർഡർ ഫോർ യു എസ് ടു ഐസൊലേറ്റ് ചൈന ത്രൂ ടാരിഫ്സ് ഓർ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ബിക്കോസ് ദീസ് കൺട്രീസ് റിലൈസ് ഓൺ ചൈനാസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു. പിന്നെ ഒരു സ്ട്രാറ്റജിക് ഗോൾസിൻ്റെ ഒരു വ്യൂ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ടൂർ ഈസ് പാർട്ട് ഓഫ് ചൈനാസ് ലോങ് ടേം പ്ലാൻ to influence regional politics and standards, to increase integration through trade and infrastructure, shift regional alignment towards Beijing leadership. And ഇത് ചൈന ഇപ്പോൾ ഒരു ചെറിയൊരു എക്കണോമിക് ഗ്രോത്തിന് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് ഇപ്പോൾ. അതായത് ഈ റീസെൻ്റ്ലി ഉള്ള നമ്മുടെ യു എസിൻ്റെ ടാരിഫ് പോളിസീസും കാര്യങ്ങളൊക്കെ അവരുടെ എക്കണോമിക്ക് ഇത്തിരി സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വിത്ത് ചൈന ഫേസിങ് സ്ലോ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടഫർ ഗ്ലോബൽ റിലേഷൻസ്, ദ ടൂർ ഹെൽപ്സ് റീഇൻഫോഴ്സ് ഷീ ജിൻപിങ്സ് ഇമേജ് ആസ് എ ഗ്ലോബൽ ലീഡർ ഹു സ്റ്റിൽ ഷേപ്പിംഗ് ദ വേൾഡ് സ്റ്റേജ്. ഇവിടെ ഉള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏഷ്യൻ കൺട്രീസ് ലൈക്ക് വിയറ്റ്നാം, മലേഷ്യ ഒക്കെ ദേ ആർ ഫുള്ളി എംബ്രേസ് ചൈനാസ് വിഷൻ, എസ്പെഷ്യലി സിൻസ് ചൈന ഹാസ് ഓൾസോ ബീൻ. ചൈനയ്ക്കൊരു പ്രശ്നമുണ്ട്, ചൈന ഇങ്ങനെ സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇവരൊന്ന് അഗ്രസീവ് ആവും. സൗത്ത് ചൈന സീയുടെ കേസിലാണ് അത് മെയിനായിട്ടും ചൈന സീനാക്കുന്നത് അടുത്തുള്ള അയൽ രാജ്യങ്ങളെ. സോ ഈ ഒരു ഏഷ്യൻ കൺട്രീസ് ഇപ്പോൾ വിയറ്റ്നാം ആണെങ്കിലും മലേഷ്യ ആണെന്നുണ്ടെങ്കിലും ചൈനയുടെ ആ ഒരു വിഷൻ അവർ ഫുള്ളി എംബ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി സിൻസ് ചൈന ഹാസ് ഓൾസോ ബീൻ അസർട്ടീവ് ആൻഡ് സംടൈംസ് അഗ്രസീവ് ഇൻ ദ റീജിയൻ, എസ്പെഷ്യലി ഇൻ സൗത്ത് ചൈന സീ. സോ ഈ ഒരു ഷീ ജിൻപിങ്ങിൻ്റെ ഈ ഒരു ടൂർ എന്ന് പറയുന്നത് ഇസ് ബോത്ത് എ ഫോറിൻ പോളിസി പുഷ് ആൻഡ് എ ഡൊമസ്റ്റിക് PR move, but its success depends on how much trust and buy-in China can truly get from its neighbors എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചൈനയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.